ഇന്നത്തെ കുക്കിംഗ് പൊഹയാണ്. പൊഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഉപ്മാവാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അതിനുവേണ്ടി തവയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നു. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഒനിയൻ, എത്രയാണോ നമ്മൾ ഉണ്ടാക്കണ പൊഹ അതിനനുസരിച്ചുള്ള ഒനിയൻ, പച്ചമുളക്, പിന്നെ എന്താണ് വേണ്ടത്, വെജിറ്റബിളായിട്ട് അതിലേക്ക് ആഡ് ചെയ്യണത് ഞാൻ പൊട്ടാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് പൊട്ടാറ്റോ മാത്രമേ അവൈലബിൾ ഉള്ളൂ. കോളിഫ്ലവർ ഉള്ളവർക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പീനട്ട് ആഡ് ചെയ്യും. പിന്നെ കരിവേപ്പില, നമ്മുടെ സാധാരണ കരിവേപ്പില അതും ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് എരിവിന് വേണ്ട പച്ചമുളക് ഇപ്പം ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ട് ഇതൊന്നും ആവണ്ട കേട്ടോ. ഉള്ളി ഇട്ട് ഇളക്കി അപ്പം തന്നെ നമുക്ക് പൊട്ടാറ്റോയും ആഡ് ചെയ്യാം. എന്നിട്ട് ഒരുമിച്ച് അത് കിടന്ന് വാടിക്കോളൂ കേട്ടോ. പൊട്ടാറ്റോ വേവണ സമയത്ത് തന്നെ പൊട്ടാറ്റോ നന്നായി അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് പൊട്ടാറ്റോ വെന്ത് വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് കേട്ടോ വേറെ വെജിറ്റബിൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ പൊട്ടാറ്റോയുടെ കൂടെ ആഡ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, മട്ടർ, ഫ്രഷ് മട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവർ ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതൊക്കെ വെജിറ്റബിളെല്ലാം ആഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ആഡ് ചെയ്യാം കേട്ടോ. അത് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി എന്തോന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പൊഹ ആവശ്യമുള്ളത്. ഞാൻ എൻ്റെ കൈപ്പിടിയുടെ അളവിനാണ് പൊഹ എടുക്കുക. പൊഹ മീൻസ് നമ്മുടെ വെള്ള കളർ അവിൽ കുറച്ച് തിക്കായിട്ട് വരും. അങ്ങനത്തെ അവിലാണ് ഇതിൽ എടുക്കുക. കൂടുതൽ നല്ലതാണ്. കനം കുറഞ്ഞ അവിലാകുമ്പോൾ വെള്ളത്തിലിട്ട് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞു പോയ പോലെ നല്ലതാവില്ല പൊഹ. വിടർന്ന് കിട്ടത്തില്ല നമുക്ക്. അപ്പം നമ്മളത് വെള്ളത്തിലിട്ട് കഴുകി മാറ്റി വയ്ക്കണം കേട്ടോ. പൊഹ ഒരു 2-3 പ്രാവശ്യം കഴുകേണ്ടി വരും. കാരണം പൊഹ നല്ല അവിലിന് നല്ലോണം അഴുക്കുള്ളത് കാരണം കൂടി 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് നമ്മളത് പിഴിഞ്ഞിട്ട് അതേ ഉരുളക്കിഴങ്ങും ഇതൊക്കെ വെറുതേക്ക് എടുത്തിട്ടാണ് നന്നായിട്ട് കൂട്ടി ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. നേരത്തെ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. അത് ഉരുളക്കിഴങ്ങിനും ഉള്ളിക്കും ആവശ്യമുള്ള മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇടുന്നത് പൊഹയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി ഇളക്കി നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിന് മുകളിലേക്കൊന്ന് ആവി കയറി ചൂടായി നന്നായിട്ടൊന്ന് എന്താ പറയുക, ഇത് പിടിച്ചു വരാനായിട്ട്, എല്ലാം കൂടി ഒന്ന് പിടിച്ചു വരാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില ഇടും. എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നില്ല. മല്ലിയില ഇട്ടാൽ സൂപ്പറാണ്. അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മല്ലിയില കഴുകിയെടുത്ത് അരിഞ്ഞ് അതിലിട്ട് കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പൊഹ. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അധികം എണ്ണയൊന്നും ഒഴിക്കാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാനിതിൽ അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ചില ആൾക്കാർ ഇതിങ്ങനെ കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഈ പൊഹ മാത്രം മാറ്റി കഴുകി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് തട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അധികം എണ്ണ ആവശ്യമില്ല. ഇത് ഞാൻ വറവിലേക്ക് ഇടുന്ന പോലെ ആയ കാരണം കൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചു. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ സ്നാക്സായിട്ടോ ഒക്കെ കൊടുക്കാം കേട്ടോ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ട് കൂട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു.